ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 മണ്ഡലങ്ങളിൽ നടന്നു. ഒരു പാർലമെന്റ് മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് നടന്നു. വയനാട് മണ്ഡലം കോൺഗ്രസ് നേരത്തെ ജയിച്ച മണ്ഡലമാണ്. കേരളത്തിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ ഞങ്ങൾ LDF 3-ാം സ്ഥാനത്തായിരുന്നു. അങ്ങനെ ഈ മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന് കാസർഗോഡ്, മഞ്ചേശ്വരം, രണ്ടാമത്തേത്, മൂന്നാമത്തേത് പാലക്കാട്. ഈ 3 മണ്ഡലങ്ങളിലും LDF 3-ാം സ്ഥാനത്തായിരുന്നു. ആ പാലക്കാടാണ് ഒരു തെരഞ്ഞെടുപ്പ്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ജയിച്ച LDF ജയിച്ച ചേലക്കര. എന്തൊരു വീറോടിയായിരുന്നു UDFന്റെ വാദങ്ങൾ. ഏതെല്ലാം തരത്തിലുള്ള പ്രചരണങ്ങളായിരുന്നു. ചേലക്കര പിടിച്ചെടുക്കും. കേരളത്തില് LDFന്റെ കൂടെ എല്ലാ ജനങ്ങൾ തങ്ങളെ കൂടെയാണ്, അത് ചേലക്കര തെളിയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകത കൊണ്ട് കൂടുതൽ വിശദമായി പോകുന്നില്ല. 2016 അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ഇത്തവണ അവിടെ മത്സരിച്ചത്, UR പ്രദീപ്. 2016 അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാളും കൂടുതൽ വോട്ട്, അദ്ദേഹത്തിന് കിട്ടിയതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷം. ഇപ്പൊ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ LDF സ്ഥാനാർത്ഥി കിട്ടിയതിനേക്കാളും കൂടുതൽ ഭൂരിപക്ഷവും കൂടുതൽ വോട്ടും ഈ തെരഞ്ഞെടുപ്പിൽ LDFന് ചേലക്കരയിൽ കിട്ടി. അതേസമയം UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ തൊട്ടു മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി അന്ന് അവർക്ക് കിട്ടിയ വോട്ട് ഇത്തവണ നേടാൻ പറ്റാത്ത അവസ്ഥയിലെത്തി. അവരുടെ വോട്ട് കുറഞ്ഞു. ആരുടെ ജയം? ആരുടെ കൂടെ ജനങ്ങൾ? മികവാർന്ന ജയം LDF അവിടെ നേടിയിരിക്കുന്നു. ഇത് ജനങ്ങൾ LDFനോടൊപ്പമാണ് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. പാലക്കാട് ഞങ്ങൾ തോറ്റിട്ടുണ്ട്, നേരത്തെയും തോറ്റിട്ടുണ്ട്. വയനാട് ഞങ്ങൾ തോറ്റിട്ടുണ്ട്, നേരത്തെയും തോറ്റിട്ടുണ്ട്. ഞങ്ങളത് മെച്ചപ്പെടുത്താനുള്ള ശ്രമം സ്വാഭാവികമായും നടത്തും, അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ജയം എങ്ങനെ വേണം? അതാണ് പ്രശ്നം. വർഗീയ ശക്തികളെ കൂടെ പോയി ചേർത്തുകൊണ്ട് ജയിച്ചാൽ ആ ജയത്തിന് മാറ്റുകൂടുമോ? അതാണ് സ്വീകരിക്കേണ്ട നില ഇന്നത്തെ രാജ്യത്ത്. വർഗീയത നാടിനുണ്ടാക്കുന്ന ആപത്തിനെ തിരിച്ചറിയണ്ടേ? ഇപ്പോ വയനാട്ടിൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിയാണ് വന്ന് മത്സരിച്ചത്. അവിടെ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി പിന്തുണ കൊടുത്തു. എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? എന്താണ് SDPI പിന്തുണ നൽകുമ്പോഴുള്ള നിലപാട്? കോൺഗ്രസ് അത് വ്യക്തമാക്കണ്ടേ? ഇപ്പോ പാലക്കാട് വിജയം വോട്ട് എണ്ണിയാണല്ലോ SDPI പറയുന്നത്. ഞങ്ങൾ കൊടുത്ത വോട്ട് ഇത്രയാണ്, ഞങ്ങൾ കൂടി പങ്കാളിത്തോടെയാണ് വിജയം. പാലക്കാട്ടെ കോൺഗ്രസ് നേതാവ് പരസ്യമായി അത് അംഗീകരിച്ചുകൊണ്ട് പറയാണല്ലോ SDPI കൂടി പങ്കെടുത്താണ് വിജയം നേടിയത് എന്ന്. ഇത് അഭിമാനിക്കാൻ വക നൽകുന്നതാണോ? ഇത് നാടിന് ഗുണകരമായതാണോ? നാടിന്റെ ഭാവിക്ക് ചേർന്നതാണോ? നിങ്ങൾ ഒരു വർഗീയതയെ ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് സഹായിക്കുന്ന അവസ്ഥ വരുമ്പോൾ അവര് കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്യുക. എന്തുകൊണ്ട് മറ്റൊരു നിലപാട് സ്വീകരിക്കാനാവുന്നില്ല? ഇപ്പൊ ഞങ്ങള് ഒരു ഘട്ടത്തിൽ പരസ്യമായ നിലപാടെടുത്തില്ലല്ലോ. മുൻപ് തലശ്ശേരി ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നം ഉയർന്നു വന്നു. അന്ന് അതിന് സഖാ VMS മറുപടി പറഞ്ഞു. എന്താ അദ്ദേഹം പരസ്യമായി പറഞ്ഞത്? ഞങ്ങൾക്ക് RSSന്റെ വോട്ട് വേണ്ട.
അതാണ് രാഷ്ട്രീയാർജവം. ആ രാഷ്ട്രീയാർജവം കാണിക്കണം. വർഗീയതയുടെ ഓരം വേർത്തി നിൽക്കരുത്. അവരുടെ സഹായം തേടി ജയിക്കലല്ല പ്രധാനം. ആ ചിന്തയുണ്ടോ? ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് LDF-നോട് ജനങ്ങൾ നല്ല രീതിയിൽ പ്രതികരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു വർത്തമാനങ്ങളൊന്നും ഇപ്പോൾ അധികം കേൾക്കാനില്ല. എന്നാൽ മറ്റു വർത്തമാനങ്ങൾ ധാരാളം വരും. വലിയ പ്രചരണങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കും. നേരത്തെ നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടത്താൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കേണ്ട ഒരു ഘട്ടമാണ് CPI-നെ സംബന്ധിച്ചിടത്തോളവും LDF-നെ സംബന്ധിച്ചിടത്തോളവും ഉള്ളത് എന്നത് നാം തിരിച്ചറിയണം. ആ രീതിയിലുള്ള പ്രചരണ സംവിധാനങ്ങളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ ഇവിടെ UDF-ന്റെ ഭാഗത്ത് അഴിച്ചുവിടുന്നത് കണ്ടത്. ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക, ജനങ്ങൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കട്ടെ. അവരാണ് അന്തിമ വിധികർത്താക്കൾ. അവര് ഒരിക്കലും LDF-നെ കൈയൊഴിയുന്നവരല്ല. വിശ്വാസപൂർവം അവരെ കൂടുതൽ നല്ല രീതിയിൽ സമീപിക്കുക, അതാണ് വേണ്ടത്. അതിലെല്ലാമുള്ള കേന്ദ്രമായി സഖാവ് സീതാറാം യെച്ചൂരി ഭവൻ നാളെ മുതൽ മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം.